ബസ് ജീവനക്കാരെക്കുറിച്ച് പല വിധത്തിലുള്ള പരാതികൾ നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അത്തരക്കാരല്ല, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ സമയം കൈപിടിച്ച് ഓടുന്നവരല്ല എന്നുള്ളത് തെളിയിച്ച രണ്ട് പേരാണ് എന്നോടൊപ്പം ഉള്ളത്. കാരണം ഇവർ ഒരു നന്മ ചെയ്ത ശേഷമാണ് ഇവിടെ നിൽക്കുന്നത്. പേരെന്താ? സിബിൻ, സന്ദീപ്. രണ്ടുപേരും കൊല്ലങ്കോട് നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ്. ഇവരാണ് കഴിഞ്ഞ ദിവസം ഈ റോഡരികിൽ ആക്സിഡൻ്റായി കിടന്നിരുന്ന വ്യക്തിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ മുൻകൈ എടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്? അല്ല, ആംബുലൻസ് പോയിട്ട് വരാൻ ഒത്തിരി സമയവും. അപ്പോൾ ഞങ്ങൾ പുള്ളി തലയിൽ കൂടെ ചെവി കൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ആരാളെയും ചെയ്തു പോകും. ഞങ്ങൾ വേഗം സ്റ്റെപ്പിൽ കയറ്റി അവരെ ഇപ്പോഴത്തെ എത്രയും പെണ്ണ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അപ്പം ആദ്യം തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. കാരണം അതിലെല്ലാവരുടെയും ഒരു പിന്തുണ വേണം ബസ്സിലുള്ള. അപ്പോൾ എല്ലാവരും അവിടെ ഒരു കിടന്നു തുടങ്ങിയിട്ട് കുറച്ച് സമയം ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു 3-5 വണ്ടികളുണ്ട്. അതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചെല്ലുമ്പോൾ അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആംബുലൻസ് എത്താൻ ലേറ്റ്. പിന്നെ ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ആംബുലൻസ് വന്നു. അതിലൊരു പേഷ്യൻറ്റിനെ മാത്രം കയറ്റാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയറ്റി. പിന്നെ ഈ ഇത്തിരി പരിക്ക് പറ്റി വല്ലാണ്ട് ബ്ലഡ് ഒലിച്ചിരുന്ന ആൾ അത് കയറ്റിയിരുന്നു. അപ്പോൾ അവിടെയുള്ളവരോടും ചേട്ടാ നമ്മുടെ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റാൻ സഹായിക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരും ബസ്സിൽ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് കയറ്റി നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവരെ ഇറക്കി വിട്ടു. അപ്പോൾ അവിടെ എത്ര ദൂരം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ? വഴിയിൽ തന്നെയാണോ? അതെ, പോകുന്ന വഴിയിൽ തന്നെ ഒരു 2 മിനിറ്റ്. സാധാരണഗതിയിൽ നമ്മൾ സമയം കൈപിടിച്ച് ഓടുന്നവരാണ്. അപ്പോൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു കൂട്ടം കൂടിയാണ്. പക്ഷേ അതിനുള്ളിലെ നന്മയാണ്. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ശരിക്കും അത് നമുക്കങ്ങനെ അത് കിടക്കണുണ്ട്. ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു കുടുംബത്തിനെ, നമ്മളെ പോലെ തന്നെ ഒരു കുടുംബത്തിനെയും പിന്നെ നമ്മുടെ ബസ്സിലായാലും ഇത്രയും പേരുത്തെ ജീവനങ്ങളും വെച്ചിട്ട് നമ്മൾ ഓടിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ആളെ കിടക്കണ ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അങ്ങനെ ഒരു മൈൻഡാണ് ആ നേരത്ത് വന്നത്. ആളങ്ങനെ എത്തിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചു വെച്ച് പറഞ്ഞു അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നും എന്തോ സംഭവം ഉണ്ടായിരുന്നു? ഇന്ന് കാലത്ത് വരുമ്പോൾ വടക്കഞ്ചേരി എത്തുന്നതിന് മുമ്പ് മംഗലം പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ചേച്ചി പെട്ടെന്ന് ഫിക്സ് വന്നിട്ട് വീണു. ആളവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. ആളൊരു 3-4 മിനിറ്റ് അവിടെ നിർത്തി. ഇതായി ഒന്ന് ചെറിയ റിക്കവർ ആവണു എന്ന് കണ്ടപ്പോൾ പിന്നെ ആൾ ഇതാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബാഗ് എടുത്തിട്ട് സീറ്റിലേക്ക് തന്നെ കയറ്റി കിടത്തി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. തീർച്ചയായും ഈ രണ്ടുപേരുടെയും മനസ്സിലെ ആ നന്മ അത് തന്നെയാണ് ഒരു ജീവൻ രക്ഷിക്കാനായി ഇടയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇവർ സഹായിക്കാനായി ഇടവരട്ടെ. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ എല്ലാ വിധത്തിലും ഇങ്ങനെ വഴിയരികിൽ കിടക്കുന്നവരോടൊരു സഹാനുഭൂതി എല്ലാവരും തന്നെ കാണിക്കണമെന്നൊരു സന്ദേശം കൂടിയാണ് ഈ ബസ് ജീവനക്കാർ നൽകുന്നത്.